ഓക്കെ. അപ്പം എല്ലാവർക്കും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ ക്വസ്റ്റ്യനാണ്. ഇതൊരു ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് ഇങ്ങോട്ട് മാറ്റി ചെയ്തതാണ്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. എക്സ് ചെറുതാണ് രണ്ടിനേക്കാൾ ചെറുതാണ് എക്സ്. അപ്പം 2ൻ്റെ ബേക്കോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് എന്നാണ് നമ്മളിത് വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? എക്സ് ചെറുതാണ് രണ്ടിനേക്കാൾ ചെറുതാണ് എക്സ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ 2നേക്കാൾ ചെറുത്. അപ്പോൾ 2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സംഖ്യരേഖ വരച്ചു. നമുക്ക് 0നെ അടയാളപ്പെടുത്തി, പിന്നെ നിർബന്ധമായിട്ടും 2നെ അടയാളപ്പെടുത്തി. ഇനി 2നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ആരോ മാർക്ക് വിട്ടു. ഇത്രയും വരെ ചെയ്തു. പിന്നെ ഇവിടെ ഇൻഇക്വാലിറ്റിക്ക് അതൊരു ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു എന്നാൽ നമുക്കറിയാം ഇൻക്ലൂസീവാണ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കറുത്ത പൊട്ട് വേണം ഇടാൻ. ഓക്കെ, നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ചില സമയത്ത് വെള്ളപ്പൊട്ട് വരും, ചില സമയത്ത് കറുത്ത പൊട്ട് വരും. അപ്പോൾ സൂക്ഷിക്കുക, ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? കറുത്ത പൊട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ റേഞ്ച് ആക്കി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഗ്രാഫിൽ നമ്മൾ വരച്ച് കാണിച്ചു. ഇനി റേഞ്ച് ആക്കി എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. റേഞ്ചിൽ എഴുതിയ സമയത്ത് സൂക്ഷിക്കുക, 2 ഉൾപ്പെടുന്നുണ്ട്. അത് കാരണം 2 എന്ത് ചെയ്തു? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. പിന്നെ ഇവിടുന്ന് എവിടം വരെ പോകും? നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ കാണിച്ചു. നെഗറ്റീവ് ഇൻഫിനിറ്റിക്ക് എപ്പോഴും എന്തായിരിക്കും ചിഹ്നം? ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. പിന്നെ 2ന് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വരാൻ കാരണം ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ഇത് ഇൻക്ലൂസീവ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് വേണം, കറുത്തോട്ട് വേണം. ഓക്കെ, അത് കഴിഞ്ഞു. അതൊരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് ഇങ്ങോട്ട് മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് വായിക്കുക. ഇത് കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A/B ഫോർമാറ്റിലാണുള്ളത്. A/B. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. പക്ഷേ ഇത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ 5 പോസിറ്റീവാണ്, 3 പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇൻഇക്വാലിറ്റിക്ക് യാതൊരു വ്യത്യാസവും വരില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, തൊട്ടടുത്ത ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. -5 ആയിരുന്നുവെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഇക്വാലിറ്റി ചേഞ്ച് ആയാൽ, അല്ലെങ്കിൽ -3 ആയിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. അങ്ങനെ വേണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ ഇത് +5 ആണ്, ഇത് +3 ആണ്. ഈ +3നെ കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഇവിടെ 3 ഉണ്ട്. അതുകൂടാതെ ഈ 3 കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ 3 × 3 9 ആവും. ഇനി നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം +5ഉം +3ഉം ആയതാണ് ഇൻഇക്വാലിറ്റിക്ക് വ്യത്യാസമില്ല. 3 ഇവിടെ വരുമ്പോൾ എത്രയാവും? 3 × 3 ആവും. കണ്ടോ? 3 × 3. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ബ്രാക്കറ്റിൽ x-2 ഉണ്ട്. ഓക്കെ, ഇപ്പുറവശത്ത് 5 ഉണ്ട്. ഓൾറെഡി പിന്നെ 5 കൂടി വരും. 5 × 5 പിന്നെ ബ്രാക്കറ്റിൽ 2 - x. ഓക്കെ, 5 × 5 25. 25 × 2 - x എന്ന് വരും. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? രണ്ടുപേരെയും നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 25 × 2 50, 25x. ഓക്കെ, പിന്നെ നടുക്ക് ഏത് ചിഹ്നം കൊടുക്കണം? അവിടെയുള്ള സെയിം സൈൻ ഇറക്കി എഴുതണം. ഓക്കെ, അപ്പോൾ 50 - 25x എന്ന് കിട്ടി. തൊട്ടിപ്പുറത്തോ 9 കൊണ്ട് രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 9x ഉം 18. 9x ഉം 9 × 2 18. ഇനി വായിക്കുന്ന ശ്രദ്ധിച്ച് വായിക്കാം. 9 ചക്ക -25 ചക്ക. അപ്പോൾ ചക്കകളെല്ലാം കൂടിയും ഒരു വശത്ത് ആക്കുക. പിന്നെ രൂപകളെല്ലാം വേറൊരു വശത്താക്കുക. ഇതാണ് നമ്മളെല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഈ -18നെ നമ്മൾ എങ്ങോട്ട് നീക്കി? തൊട്ടപ്പുറത്തേക്ക് നീക്കി. അപ്പോൾ -18 അപ്പുറത്ത് വരുന്ന കഴിയുമ്പോൾ എന്താവും? +18 ആയി മാറി. ഓക്കെ, അതേ സമയത്ത് -25 എന്നുള്ളത് 25x എന്നുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +25x ആവും. അപ്പോൾ 9 ചക്കയും 25 ചക്കയും കൂടി കൂട്ടി എത്ര കിട്ടി? 34 ചക്ക. അപ്പോൾ എക്സുകളെല്ലാം ഒരുമിച്ച് എഴുതണം, എന്നിട്ട് അതിൻ്റെ സോൾവ് ചെയ്യണം. പിന്നെ എക്സ് ഇല്ലാത്തവയെ ഒരുമിച്ച് എഴുതണം, സോൾവ് ചെയ്യണം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനാണ് പിന്നെ ചക്കയും രൂപയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ 34നെ അപ്പുറത്തേക്ക് എടുക്കണം. 34 ഇവിടെ ഇൻറ്റു ആണ്, അപ്പുറത്ത് ചിലപ്പോൾ ഡിവിഷൻ വരും. ഇൻഇക്വാലിറ്റി ചേഞ്ച് ആകുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻഇക്വാലിറ്റി ചേഞ്ച് ആവണമെങ്കിൽ ഇത് -34 ആയിരുന്നെങ്കിൽ ഇൻഇക്വാലിറ്റി ചേഞ്ച് ആയേനെ. ഇത് +34 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻഇക്വാലിറ്റിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഒരേ ഇൻഇക്വാലിറ്റി തന്നെ എടുത്തെഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റു ആയിരുന്നു, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവിഷൻ വന്നു. ഓൾറെഡി അവിടെ ആരുണ്ട്? 64 / 30 34. ഇതും കൂടി വെട്ടിപ്പോൾ എത്ര വരും? 2. 34ൻ്റെ ഇരട്ടിയാണ് 68.
ഓക്കെ, നമുക്ക് ആൻസർ 2 എന്ന് കിട്ടി. എക്സ് ലെസ് ദാൻ 2. ഇനി ഇത് വായിക്കാൻ വേണ്ടി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേ. എക്സ് ചെറുതാണ് 2, 2-നേക്കാൾ ചെറുതാണ് എക്സ്, 2-നേക്കാൾ ചെറുതാണ് എക്സ്. അപ്പോൾ 2-ൻ്റെ ബാക്ക് വശത്തേക്ക് വേണം വരയ്ക്കാൻ. ഇത് കണ്ടോ, 2-ൻ്റെ ബാക്ക് സൈഡിലേക്ക് വേണം നമ്മൾ ആരെ കാണിക്കാൻ, എക്സിനെ കാണിക്കാൻ, 2-ൻ്റെ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ, നോക്കാം. ഇനി ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻക്ലൂസീവ് ആണെങ്കിൽ കറുത്ത പൊട്ട്, എക്സ്ക്ലൂസീവ് ആയിരുന്നെങ്കിൽ വെളുത്ത പൊട്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞു. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, നടുക്ക് 0 എടുക്കുക, പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട സംഖ്യ എഴുതുക, പിന്നെ എങ്ങോട്ടാണോ ഗ്രാഫ് എന്നുള്ളത് നോക്കിയിട്ട് ആരോ മാർക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 2 മുതൽ -∞ വരെയാണ് എക്സിൻ്റെ വാല്യൂ നീണ്ടു കിടക്കുന്നത്. 2 മുതൽ -∞ വരെയാണ് എക്സിൻ്റെ വാല്യൂ നീണ്ടു കിടക്കുന്നത്. നമ്മളിവിടെ എഴുതി. ഇനി 2 ഇൻക്ലൂസീവ് ആയതാണ് നമ്മൾ ഏത് ബ്രാക്കറ്റ് കൊടുക്കണം, സ്ക്വയർ ബ്രാക്കറ്റ്. പിന്നെ ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഒരൊറ്റ ബ്രാക്കറ്റേ ഉള്ളൂ, ഓപ്പൺ ബ്രാക്കറ്റ്. ഇതിൻ്റെ ഇടയിൽ ഒരു കോമയും കൊടുക്കണം. ഇതെങ്ങനെയാണ് വായിക്കുന്നത്, ഇത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ബ്രാക്കറ്റ് -∞, കോമ ക്ലോസ് ബ്രാക്കറ്റ് 2. ഓക്കെ.